വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലതു ഭാഗത്തിരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവൻ അവരോട്, പരിഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഇവിടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു തമ്പുരാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഉദ്ധിതനായ തമ്പുരാന്റെ നിറവുള്ള സാന്നിധ്യത്തിൽ, തേജസ്സേറിയ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ മുന്നിൽ നമ്മോട് കൂടെ ആയിരിക്കുന്നതിനായി നമുക്കൊന്നു ചേർന്ന് തമ്പുരാനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ.
പ്രഭാതത്തിൽ മഗ്ദലനക്കാരി മറിയം മറ്റേ മറിയാമും കൂടെ യേശുവിന്റെ കല്ലറയുടെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇതാ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കുവാനായി കല്ലറയുടെ സമീപത്ത് ചെന്ന് നോക്കുമ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് യേശു? യേശുവിന്റെ ശരീരം ആരെങ്കിലും എടുത്തുകൊണ്ടുപോയോ? അവരുടെ മനസ്സ് അസ്വസ്ഥതപ്പെടാൻ തുടങ്ങി. അപ്പോഴിതാ പിന്നിൽ നിന്ന് ഒരു ശബ്ദം മറിയ കേൾക്കുന്നു. മറിയമേ, മറിയമേ എന്ന സ്വരം കേട്ട് അവൾ തിരിഞ്ഞു നോക്കുന്നു. ആ സമയത്ത് ഇതാ അവൾ യേശുവിനെ കാണുന്നു. അത് യേശുവാണ് എന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. മറിയം കരുതി അത് തോട്ടക്കാരനാണ് എന്ന്. തോട്ടക്കാര, എവിടെയാണ് ഇവിടെ അടക്കം ചെയ്തിരുന്ന നസറായനായ യേശു? ഇതാ തോട്ടക്കാരനെന്ന തോന്നലോടെ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മറിയ അത് ചോദിച്ചുവെങ്കിൽ യേശു വീണ്ടും അവളെ വിളിച്ചു മറിയമേ എന്ന്. റബൂനി, ഓ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവൾ തിരിച്ചറിയുകയാണ്. മരിച്ച് മണ്ണടിഞ്ഞു പോയി എന്ന്, കല്ലറയുടെ ഉള്ളിൽ അടക്കം ചെയ്തു എന്ന് കരുതപ്പെട്ടിരുന്ന യേശു ഇതാ ഉയർത്തെഴുന്നേറ്റ് തന്റെ മുന്നിൽ നിൽക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് തന്റെ മുന്നിൽ നിൽക്കുന്നു. ദൈവവൈതലേ, നീ വിശ്വസിക്കുക. അന്ന് മറിയയുടെ മുന്നിൽ കാണപ്പെട്ട കർത്താവ് മരണത്തിന്റെ കൊല്ലുന്ന വിഷപ്പല്ലുകളെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇന്നും ജീവിക്കുന്നു. രാജാതിരാജനും കർത്താതി കർത്താവുമായ യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഈ വിശ്വാസത്തിന്റെ ബോധ്യത്തിന്റെ ഉറപ്പിൽ ഞങ്ങളായിരിക്കട്ടെ. അതേ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അവിടുന്ന് മരണത്തെ ജയിച്ചിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതിനാ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതിനാ, ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർ രണ്ടുപേർ യെരൂശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്നു. അവരുടെ ഉള്ളം നിരാശ പൂണ്ടിരിക്കുന്നു. തങ്ങളുടെ ഗുരു മരണപ്പെട്ടു. തങ്ങളുടെ ഗുരുവിനെ യഹൂദന്മാർ ക്രൂശിൽ തറച്ചു കൊന്നു. തങ്ങളുടെ ഗുരുവിന്റെ ശരീരത്തെ എല്ലാവരും ചേർന്ന് അടക്കം ചെയ്തു. എത്രയോ പ്രതീക്ഷയായിരുന്നു അവർക്ക്. ഏറെ പ്രതീക്ഷകളോടൊപ്പം യേശുവിനോടുകൂടെ സഞ്ചരിച്ചിരുന്നവരായ തങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഈ ദുരന്തമുണ്ടാക്കിയത് നിരാശ. നിരാശയുടെ നടുവിൽ എമ്മാവൂസിലേക്ക് അവർ നടന്നു നീങ്ങുമ്പോൾ ഇതാ അവരോടൊപ്പം ഉദ്ധിതനായ കർത്താവ്
ഒരു യാത്രക്കാരനെ പോലെ നടന്നു നീങ്ങുകയാണ്. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാകുലപ്പെടുന്നു? അവർ തങ്ങൾ അറിഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും വേദനയോടെ യേശുവിന്റെ അടുക്കൽ പങ്കുവെച്ചു. ഇത് യേശു എന്നറിയാതെ ആ യാത്രയിലുടനീളം ക്രിസ്തുവിൽ സംഭവിക്കേണ്ട സഹനത്തിന്റെ അനിവാര്യതയെ കുറിച്ച് യേശു അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. യാത്രയുടെ അന്ത്യത്തിൽ യേശു അവരിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഭാവിച്ചപ്പോൾ അവർ യേശുവിനെ തങ്ങളുടെ അടുക്കലേക്ക് ക്ഷണിച്ചു, തങ്ങളോടൊപ്പം അത്താഴം കഴിക്കുവാൻ. അവർ ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു അപ്പമെടുത്തു, വാഴ്ത്തി, മുറിച്ചു, തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഈ ശിഷ്യന്മാർ അപ്പം സ്വീകരിച്ചപ്പോൾ യേശു അപ്രത്യക്ഷനായി. എന്നാൽ അപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണ് തുറന്നു, അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. അതെ, ഞങ്ങളുടെ കർത്താവ് മരിച്ചിട്ടില്ല, ഞങ്ങളുടെ കർത്താവ് മരിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവിനെ കൊല്ലാൻ മരണത്തിന് കഴിയുകയില്ല. മരണത്തിന്റെ മേൽ ജയം വരിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നു. അതെ, ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. രാജാതിരാജനും കർത്താതി കർത്താവുമായ യേശു തമ്പുരാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. വിശ്വാസത്തോടെ ഉദ്ധിതനായ കർത്താവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ നമുക്ക് തമ്പുരാനെ ഉള്ളു തുറന്ന് മഹത്വപ്പെടുത്താം, ആരാധിക്കാം. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. വേദനയുടെ നടുവിലാണ് അപ്പോസ്തലന്മാർ ഓരോരുത്തരും. എല്ലാവരും ഒരുമിച്ച് വാതിലടച്ച് യഹൂദന്മാരെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയമില്ല. യേശുവിന്റെ ശരീരം അടക്കിയിടത്ത് കാണുന്നില്ലെന്ന് പലരും വന്ന് പറയുന്നു. പത്രോസും മറ്റും പോയി നോക്കിയപ്പോൾ അവിടെ അവന്റെ ശരീരം കണ്ടില്ല. തങ്ങളെങ്ങാനും യേശുവിനെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഇനി ഞങ്ങളെയും പിടിക്കാൻ ഇവിടെ ഭടന്മാർ വരുമോ? യേശുവിന് സംഭവിച്ചതെല്ലാം ഞങ്ങളിലും ആവർത്തിക്കുമോ എന്ന വേദനയോടെ വാതിലുകൾ അടച്ച് ഭയപ്പെട്ട് നിരാശയുടെ നടുവിലായിരുന്നവരുടെ നടുവിലേക്ക് ഇതാ ഉദ്ധിതനായ കർത്താവ് കടന്നു വരികയാണ്. ഉദ്ധിതനായ കർത്താവ് കടന്നു വരികയാണ്. യേശുവിന്റെ സാന്നിധ്യം വാതിലുകൾ അടച്ചിരിക്കെ ആ മുറിക്കുള്ളിൽ കാണപ്പെട്ടു. തന്റെ ശിഷ്യന്മാർ പരിഭ്രമത്തോടെ നാഥന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനമെന്ന്.
നിങ്ങൾക്ക് സമാധാനം. അതെ, സമാധാനത്തിന്റെ ആശംസ ശിഷ്യന്മാരുടെ ഉള്ളിൽ ലഭിച്ചപ്പോൾ അവരുടെ ഉള്ളിലെ സങ്കടങ്ങൾ നീങ്ങി, അവരുടെ ഉള്ളിൽ വിശ്വാസം ലഭിച്ചു. അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. അതെ, ഞങ്ങളുടെ കർത്താവ് മരിച്ചിട്ടില്ല, ഞങ്ങളുടെ കർത്താവ് മണ്ണടിഞ്ഞു പോയിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ഇതാ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. തന്റെ ദിവ്യമായ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറച്ചിരിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു തമ്പുരാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഉദ്ധിതനായ തമ്പുരാനോടൊപ്പം തന്റെ രണ്ടാമത്തെ വരവിൽ നിത്യരാജ്യത്തിന്റെ അവകാശികളായി ഞങ്ങളും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. ഈ ലോകത്തിലല്ല ഞങ്ങളുടെ നിത്യമായ വാസം. തമ്പുരാനോടൊപ്പം ഉയർപ്പിന്റെ ആനന്ദത്തിൽ, മരണമില്ലാത്ത ജീവിതത്തിൽ, സ്വർഗീയ പറുദീസയിൽ സർവമാലാഖമാരോടും ചേർന്ന് ഞങ്ങൾ വസിക്കും. അതെ, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു, ഞങ്ങൾ അത് തിരിച്ചറിയുന്നു. ആ വിശ്വാസത്തോടെ ഞങ്ങൾ യേശുവേ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മണ്ണിലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലായി. മണ്ണിലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലായി. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ജീവിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ നാഥനും ഞങ്ങളുടെ കർത്താവുമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ഇനിമേൽ വസിക്കുന്നത് അശുദ്ധിയോ അഴുക്കു നിറഞ്ഞ ചിന്തകളോ ജഡീകമായ ബലഹീനതകളോ അല്ല. ഉദ്ധിതനായ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആ കർത്താവിനോടൊപ്പം, ആ കർത്താവിന് വേണ്ടി, ആ കർത്താവിനെ പോലെ ഞങ്ങൾ ജീവിക്കും. ഇനിയുള്ള കാലം തമ്പുരാന് വേണ്ടി ഞങ്ങൾ ജീവിക്കും. ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് സ്തുതിയുടെ സ്വർഗീയ ആനന്ദങ്ങളിൽ സർവമാലാഖ വൃന്ദങ്ങളോടും ചേർന്ന് തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ വസിക്കും. നിശ്ചയം വിശ്വാസത്തോടെ ഞങ്ങൾ ഏറ്റുപാടുന്നു. ഞങ്ങളുടെ രക്ഷകനും കർത്താതി കർത്താവും രാജാതി രാജാവുമായ യേശു തമ്പുരാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ജീവിക്കുന്നു, എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
വിഷപ്പല്ലു തകർത്തതിനാൽ കൊല്ലുന്ന മരണത്തിൽ കോരതര വിഷപ്പല്ലു തകർത്തതിനാൽ ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മന്നീരല്ലേ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണീര വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ പാടാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ഗീതികളാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും കർത്താധികർത്താവുമായ യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഞങ്ങൾ സത്യമായും വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് സത്യം എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഉദ്ധിതനായ യേശു തമ്പുരാന്റെ നിറവുള്ള സാന്നിധ്യം അനുഗ്രഹമായി, അനുഗ്രഹത്തിന്റെ നിറവുള്ള അനുഭവമായി നിത്യം നിങ്ങളോടൊപ്പം വസിക്കുമാറാകട്ടെ. ആമേൻ.